നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ, ചങ്ങനാശ്ശേരി. നമ്മുടെ ഈ സംരംഭത്തിന് പുറകിൽ ഒരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തിയെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. നമസ്കാരം ഷൈജു സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറ്. ഇന്നത്തെ ഈ ഇലക്ഷൻ ഒക്കെ സാറും ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിരുന്നു. ഇലക്ഷനെ കുറിച്ചല്ല ഞാൻ ചോദിക്കാൻ വന്നത്. നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും നമ്മൾ കൊണ്ടുവരണ്ടേ? തീർച്ചയായും കൊണ്ടുവരണം. സാറ്, ഇപ്പോഴത്തെ യുവത്വം ഈ ലഹരിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് സാർ? പ്ലീസ്. നമ്മുടെ ഒരു സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെ അതിൻ്റെ ഒരു പ്രധാന കാരണം. പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, വായനശാലകൾ ഉണ്ടായിരുന്നു, കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ക്ലബ്ബുകളും കളിസ്ഥലങ്ങളും എല്ലാം വളരെ ചുരുങ്ങിയിരിക്കുന്നു. നമ്മുടെ ഗവൺമെന്റുകളോ നമ്മുടെ പഞ്ചായത്തുകളോ അതിന് മുൻതൂക്കം കൊടുക്കാത്തതായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരാകാം. പണ്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നെങ്കിൽ ഇന്നൊരു അണുകുടുംബമാകുന്നു. മക്കളെക്കുറിച്ചുള്ള അവരുടെ വേവലാതി ഭയങ്കരം. പക്ഷെ അതിൻ്റെ ദോഷങ്ങൾ ഭയങ്കരമാണ്. അത് ഒരു അണുകുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന അവർ വളരെ ഒരു ചുരുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറുന്നു. അത് ഒരു ചെറിയ കൂട്ടുകെട്ടിലേക്കും അവർ ഒരു വിശാല ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് അവർ പോകുന്നു. സാറേ, ഒന്ന് ചോദിച്ചോളൂ സാറേ, നമ്മുടെ ഓരോ പഞ്ചായത്തിന്റെ ഓരോ വാർഡിലും ഓരോ കളിസ്ഥലം വേണ്ടേ സാറേ? തീർച്ചയായും. കാരണം പഞ്ചായത്തുകൾ തന്നെ അതിന് മുൻകൈ എടുത്ത് അവിടുത്തെ യൂത്തിനെ കൂട്ടിക്കൊണ്ട്, കാരണം യൂത്താണ് നാളത്തെ നമ്മുടെ ഭാവി നിർണ്ണയിക്കേണ്ടത്, അവരെ കൂട്ടിക്കൊണ്ട് അവർക്ക് ഒരു കളിസ്ഥലമോ അല്ലെങ്കിൽ ഗ്രന്ഥശാലകളോ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ വായനാശീലം വർദ്ധിപ്പിക്കണം. നമ്മുടെ യുവത്വത്തിന് ലഹരിയാകേണ്ട അവരുടെ കലാകായിക വിനോദങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ സമൂഹം ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. സാറേ, നിലവിൽ നമുക്ക് നാട്ടിൽ ഗ്രന്ഥശാലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടി പിടിച്ച് എടുപ്പിക്കണ്ടേ സാറേ നമുക്ക് എല്ലാവർക്കും? തീർച്ചയായും വേണം. പക്ഷേ ഇന്നുണ്ടായിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ മീഡിയകളിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അപ്പനും അമ്മയും ഫോണുമായിട്ട് ഒരു സൈഡിൽ, മക്കൾ വേറൊരു സൈഡിൽ. ആർക്കും ആരെക്കുറിച്ച് ചിന്തിക്കാനൊരു സമയം കിട്ടുന്നില്ല. അന്നേരം ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ അണുകുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഒരു കൂട്ടം, ആ കൂട്ടം ശരിയാണോ തെറ്റാണോ എന്ന് മാതാപിതാക്കൾക്ക് പോലും വിലയിരുത്താനുള്ള സമയം കിട്ടുന്നില്ല. സാറ് പറഞ്ഞത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഞാനൊന്ന് പറയട്ടെ, രണ്ട് മക്കളുള്ള ഒരു മാതാപിതാക്കളോട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാതാപിതാക്കൾ മാറി ചിന്തിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾ തന്നെയാണ് വഴിപിഴച്ചു പോകുന്നത്. കാരണം ഒരു മയക്കുമരുന്നിന്റെ ഒരു പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുക ഒരിക്കലും എളുപ്പമല്ല. അന്നേരം ബേസിക്കായിട്ട് മാതാപിതാക്കൾ മാറണം, നമ്മുടെ ഗവൺമെന്റുകൾ കൂടുതലായി ചിന്തിക്കണം, നമ്മുടെ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സമൂഹം ഒന്നായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ആ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ. പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സമൂഹം മാറണം, പഞ്ചായത്തുകൾ മാറണം, ഗവൺമെന്റ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകളിലൊക്കെ കൊണ്ടുവരണം, ഇല്ലേ സാർ? തീർച്ചയായും. എങ്കിൽ മാത്രമേ നല്ലൊരു കളിസ്ഥലം ഉണ്ടെങ്കിലും ഗ്രന്ഥശാലകൾ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ മാനസികമായ ഉല്ലാസത്തിനുള്ള ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ലഹരിയെ അതൊരു ലഹരിയായി എടുത്തുകൊണ്ട് അവർ മയക്കുമരുന്നുകളിൽ നിന്നും മാറിക്കൊണ്ട് അവരുടെ ഒരു വിനോദം ഒരു ലഹരിയായിട്ട് അവർ തീർച്ചയായും എടുക്കും. സാറേ, ഓർക്കുന്നു നമ്മുടെയൊക്കെ പഴയ കാലം, നമ്മളൊക്കെ ഒരു ഗ്രന്ഥശാല, പബ്ലിക് ലൈബ്രറി എന്നൊക്കെ അല്ലേ നമ്മൾ വളർന്നത്? തീർച്ചയായും. അത് നമ്മുടെ വരുത്തരവ് കൊടുക്കട്ടെ സാറേ? തീർച്ചയായും. ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? ഗവൺമെന്റ് കൂടുതലായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, കാരണം സമൂഹത്തെ മാറ്റത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റ് സംവിധാനമാണ്. ഒരു പഞ്ചായത്ത് ആണ് ബേസിക് ആയിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. ഓരോ വാർഡുകളിലും, പഞ്ചായത്തിൽ ഓരോ വാർഡുകളിലും അല്ലെങ്കിൽ 2-3 വാർഡുകളിലെങ്കിലും ഒരു കളിസ്ഥലവും അതുപോലെ തന്നെ ഒരു ഗ്രന്ഥശാലയും സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ യുവത്വത്തെ മാക്സിമം ആ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരിയുടെ പിടിയിൽ നിന്നും മാറ്റുവാൻ സാധിക്കൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ താങ്കൾ ഇങ്ങനെ പറയാൻ സാധിച്ചതിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ചാരിതാർത്ഥ്യമുണ്ട്. സാറിന് അവസാനമായിട്ട് നമ്മുടെ മക്കളോട്, നമ്മുടെ കൂട്ടുകാരോട്, കുഞ്ഞനിയന്മാരോട് എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ പുറത്താണ് നമ്മൾ ലഹരിയുടെ പുറകെ പോകുന്നത്. അത് നമ്മുടെ ഭാവിയെ എത്രമാത്രം നശിപ്പിക്കുന്നു എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. മാതാപിതാക്കൾ അതിന് മുൻകൈ എടുക്കണം, ഗവൺമെന്റ് മുൻകൈ എടുക്കണം, അധ്യാപകർ മുൻകൈ എടുക്കണം. എല്ലാവരുടെയും ഒരു ഒത്തായ
ഒരു മുന്നേറ്റത്തിൽ കൂടി മാത്രമേ ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒന്നായി പരിശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം.